വേടൻ എന്നൊരു വാക്കിനെ ജാതിയായി കാണാതെ പേര് മാത്രമായാണ് കാണുന്നത് എന്നുള്ള സത്യം ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകൻ എന്ന് വിചാരിച്ചിരിക്കുന്ന മറുനാടൻ ഷാജൻ അത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എത്ര പേർക്ക് ഇഷ്ടമാവും, എത്ര പേർക്ക് ഇഷ്ടാവില്ല എന്നൊന്നും കൃത്യമായ നിശ്ചയം എനിക്കില്ല. കുറേ നാളായിട്ട് എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിൽ ഇന്നാകട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. മാധ്യമ പ്രവർത്തനത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു മഹാൻ. പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല, മറുനാടൻ ഷാജൻ സ്കറിയ. അദ്ദേഹത്തെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. ആദ്യമൊക്കെ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഭയങ്കര തൻ്റെടത്തോടുകൂടി തന്മയത്വത്തോടുകൂടി ഓരോ വാർത്തകൾ അവതരിപ്പിക്കുന്നു, ഭയമില്ലാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളത് എന്നെ കൂടുതൽ ആകർഷിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മെനക്കെട്ടിരുന്ന ഇദ്ദേഹത്തിന്റെ ഈ ചാനൽ കാണുകയും ഇദ്ദേഹം പറയുന്ന എന്ത് കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വളരെ ശ്രദ്ധയോടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ ചില കാര്യങ്ങളുടെ പോരായ്മകൾ, അതിലെ കുറവുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് എന്ത് കാര്യത്തെ നമ്മളിങ്ങനെ സൂക്ഷ്മമായി നോക്കിക്കണ്ട് അതിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതങ്ങോട്ട് ശരിയാവത്തില്ല. പക്ഷേ മുഴച്ചു നിൽക്കുന്ന, മറഞ്ഞു നിൽക്കുന്ന ചില സത്യങ്ങൾ, അല്ലെങ്കിൽ അത് കള്ളമാണ് ഇവർ സത്യമായിട്ട് അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ചാൻസ് ഉണ്ട്, ഒരുപാട് ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ, നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ വളരെ താമസിയാതെ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഭരണപക്ഷത്തെ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ എതിർത്തുകൊണ്ടുള്ള വാർത്തകളും അതേസമയം നമ്മുടെ മോദി സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വാർത്ത വായനയുമാണ് ഇദ്ദേഹം നടത്തുന്നത്, മാധ്യമ പ്രവർത്തനമാണ് ഇദ്ദേഹം നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് അധികം താമസിക്കാതെ ഒരു കാര്യം മനസ്സിലായത്, ഇദ്ദേഹത്തിന്റെ വാർത്താ ചാനലുകളിൽ വാർത്തകൾക്ക് പകരമായി ഏതോ പാർട്ടിയെ, അതായത് പൊളിറ്റിക്കൽ പാർട്ടിയെ ആളുകളുടെ ഇടയിലേക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിതരണക്കാരൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഈ ഇലക്ഷൻ സമയത്തൊക്കെ മയക്കും പിടിച്ച് ഈ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ? അത് ആ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള ചാനലിന്റെ മുന്നിൽ വന്ന് അദ്ദേഹം പറയുന്നു. മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ വാർത്തയായിട്ട് ആളുകൾ എടുക്കുന്നു. ഞാനും അങ്ങനെയാണ് എടുത്തത് എന്നുള്ളൊരു തിരിച്ചറിവ് അധികം താമസിക്കാതെ തന്നെ എനിക്ക് മനസ്സിലായി. കേരളത്തിലെ ഭരണപക്ഷം എന്തു ചെയ്താലും അതിനെതിരെ വളരെ രോഷത്തോടുകൂടി ഉച്ചത്തിൽ ശബ്ദമുയർത്തി, അതായത് ശരിയെ തെറ്റായി കാണുക എന്നുള്ളൊരു, അല്ലെങ്കിൽ തെറ്റ് വരുന്നില്ല എന്നല്ല നമ്മൾ പറയുന്നത്, ഈ ഒരു ഭരണപക്ഷം എന്തു ചെയ്താലും, എസ്പെഷ്യലി പിണറായി എന്നുള്ളൊരു വ്യക്തി എന്തു ചെയ്താലും അതിനെതിരെ ശബ്ദിക്കുക. എന്തു പറഞ്ഞാലും ഞാൻ അതിരെ സംസാരിക്കും, എന്നെ കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട്, ഞാൻ എന്തു പറഞ്ഞാലും അത് വാർത്തയാണ്, ന്യൂസ് ആണെന്ന് വിചാരിച്ച് ആളുകൾ അത് കേൾക്കും. അതുവഴി ആളുകളെ സ്വാധീനിക്കാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു ധാർഷ്ട്യം ഇദ്ദേഹത്തിന് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ മാധ്യമ പ്രവർത്തനം എന്നുള്ളൊരു ജോലി മറയാക്കി വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അങ്ങ് തലപ്പത്തിരിക്കുന്ന നമ്മുടെ കേന്ദ്രത്തിലുള്ള സർക്കാരിനെ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ശ്രീ മോദി എന്ത് ചെയ്യുകയാണെങ്കിലും അതിനെ തെറ്റാണെങ്കിൽ കൂടി ശരിയാണെന്ന് ഉച്ചത്തിൽ സംസാരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ പിണറായി സർക്കാർ എന്തു ചെയ്താലും അതിനെതിരെ രോഷപൂർവം അത് തെറ്റാണെന്ന് ജനങ്ങളെ മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്ന, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട്, മാധ്യമ പ്രവർത്തനം എന്നുള്ളൊരു ലേബൽ മുന്നിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹം ചെയ്യുന്ന അതൊരു തരം താഴ്ന്ന പാർട്ടി പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മോദി സർക്കാർ എന്ത് ചെയ്താലും എന്ത് തെറ്റുകളെ ആണെങ്കിലും ശരിയാണെന്ന് ഇദ്ദേഹം ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ട് ആ പാർട്ടിയെ പിന്താങ്ങുന്ന ആരുടെ ഭാഗത്ത് എത്ര തെറ്റാണെങ്കിലും ഇടതടവില്ലാതെ വാർത്തകൾ വിളമ്പിക്കൊണ്ടിരിക്കും. വാർത്തകൾ എന്നുള്ള രൂപത്തിൽ ഓരോ കാര്യങ്ങൾ തെറ്റിനെ ശരിയാക്കി വിളമ്പിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നുള്ളത് 100% സത്യമാണ്. ഈ അടുത്തിടെ വേടനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ, ഇപ്പം സോഷ്യൽ മീഡിയ റിയാക്ഷൻ വ്ലോഗേഴ്സ് ഒക്കെ ആണെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചു. എനിക്കും സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് റൈറ്റാണ് നമുക്കെന്നൊക്കെ എനിക്കിങ്ങനെ ചിന്ത വരാറുണ്ട്. കാരണം നമ്മളൊക്കെ ജീവിക്കുന്ന സമൂഹം എന്ന് പറയുന്നത്, നമ്മളൊക്കെ ജീവിക്കുന്ന സമൂഹം ജാതി പറയുന്ന ആളുകളാണ്. ഇപ്പോൾ ഒരാളുടെ മുഖത്ത് നോക്കി ജാതി പറയുന്നില്ല എന്നേ ഉള്ളൂ, അവൻ അതാണ്, അവൻ ഇതാണ് എന്നൊക്കെ പറയുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ റൈറ്റ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരാളാണ്. അതായത് ഈ പ്രായം കൂടിയ മുതിർന്ന ആളുകളാണെങ്കിലും ജാതിയിൽ താഴ്ന്നവരാണെങ്കിലും അവരെ പേര് വിളിക്കുക എന്നുള്ളൊരു സിസ്റ്റം ഇപ്പോഴും ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ? ഇവരൊക്കെ മതങ്ങളിൽ ഒരുപാട് വിശ്വസിക്കുന്നവരായിരിക്കും. എല്ലാ മതഗ്രന്ഥങ്ങളിലും ഒരുപോലെ പറയുന്നുണ്ട്, പ്രായത്തിൽ മുതിർന്ന ആളുകളെ നിങ്ങൾ ബഹുമാനിക്കണം എന്ന് കരുതി നിങ്ങളെക്കാൾ പ്രായത്തിൽ മൂത്ത ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ഒരു മനുഷ്യൻ മിസ്ബിഹേവ് ചെയ്താൽ അദ്ദേഹത്തെ ബഹുമാനിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് സർവ്വസാധാരണമായി എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് മുതിർന്നവരെ ബഹുമാനിക്കണം എന്നുള്ളത്. ഓരോ മതഗ്രന്ഥങ്ങളിലും
അതാതിൻ്റെ ആ ഓരോ രീതികൾ പോലെ അവർ പറയുന്നുണ്ട് അല്ലെ. അപ്പോഴും ഈ മതഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചിട്ടും പ്രായത്തിൽ മുതിർന്ന ആളുകൾ ജാതിയിൽ താഴ്ന്നവരാണെങ്കിൽ പേര് മാത്രമേ വിളിക്കാറുള്ളൂ. അവരെ നമ്മൾ ചിലപ്പോൾ അപ്പച്ചാന്നോ അപ്പൂപ്പ എന്നൊക്കെ നമ്മൾ ബഹുമാനത്തോടു കൂടി വിളിക്കുന്ന സമയത്ത് എന്തിന് അങ്ങനെ വിളിക്കണം എന്ന് ചോദ്യം ചെയ്യുന്ന ഒരുപാട് ആളുകൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് എത്ര സംസാരിച്ചാലും മാർഗില്ല. അവനവൻ തന്നെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു 3 ദിവസം മുന്നേ വേടനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഷാജൻ സ്കറിയ വാർത്തയായിട്ട് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് വേണമല്ലോ. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകും 99% വേടനെ ഇഷ്ടമല്ല, അദ്ദേഹത്തിന്റെ കലയെ പുള്ളിക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല എന്നുള്ളത്. അതിൽ പലയിടത്തും ഇദ്ദേഹം പുകഴ്ത്തി പാടുന്നുണ്ടെങ്കിലും ഈ ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ ചില കാര്യങ്ങൾ ആളുകളുടെ മുന്നിലേക്ക് പറയുന്നു. അതിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ജാതി പേര് കൊണ്ട് ദിവസം 9 ലക്ഷം രൂപ, അതായത് അദ്ദേഹത്തിന്റെ ഇൻകത്തെയാണ് പറയുന്നത്, റെമുണറേഷനെ കുറിച്ചാണ് പറയുന്നത്. ജാതി പേര് കൊണ്ട് അത്രയും ഇൻകം ഉണ്ടാക്കുന്നു വേടൻ എന്നുള്ളൊരു കാര്യം. വേടൻ എന്നൊരു വ്യക്തി അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കല, കവിതകൾ എഴുതുക, അദ്ദേഹം അത് റാപ്പായിട്ട് പുറത്തിറക്കുക എന്നുള്ളൊരു കാര്യം അല്ലെ. എല്ലാവരും ആ പാട്ടിനെ അംഗീകരിക്കുന്നവരാണ്, ഒരുപാട് ആരാധകരാണ്. ജാതി മത ഭേദമെന്നെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ അല്ലെ മതഭേദമെന്നെ ആളുകൾ വേടനെ കുറിച്ച് പാടി പുകഴ്ത്തുന്നതും അദ്ദേഹത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കേട്ടത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ എന്നൊരു വ്യക്തി വേടനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ, ആ ഒരു വ്യക്തിത്വം ഒക്കെ. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വരികളിലെ ജീവനുണ്ട്. അത് നല്ല ചോര മണക്കുന്ന വരികളാണ്. നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന രക്തമുണ്ടല്ലോ ഇങ്ങനെ തിളച്ചു മറിയും കേട്ടോ. നമ്മളത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ജാതി മതം ഇതൊക്കെ നമ്മൾ മറക്കും. ജിൻസ്കറിയ പറയുന്ന ആ ഒരു വേടൻ എന്നൊരു ജാതി പേരാണോ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ട് അവൻ അവന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ട ഒരു പേരാണ് വേടൻ. അതിനപ്പുറത്തേക്ക് അവൻ പറയുന്നുണ്ട് സുഹൃത്തുക്കൾ അവനെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു പേരാണ് വേടൻ. അതിനെ അവൻ സ്നേഹത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവൻ ആ ഒരു പേര് അവന്റെ ചാനലിന് കൊടുത്തത്. ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് അവനൊരു സാധാരണ ഒരു പയ്യനാണ് അല്ലെ. അവൻ ജനിച്ച സമയം മുതൽ അല്ലെങ്കിൽ അറിവുണ്ടായ സമയം മുതൽ അവന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ഒരു കഴിവാണ്, ഒരു കലയാണ് അവനെ നല്ല രീതിയിൽ വരികൾ എഴുതുക, പാട്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ അവനൊരു ചാനൽ തുടങ്ങുന്നു, അവന്റെ പാട്ടുകൾ അവൻ യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ആ ഒരു പേരിനെ, അവന്റെ ചാനലിന്റെ പേരിനെ അല്ലെങ്കിൽ അവനെ സുഹൃത്തുക്കൾ വിളിച്ചുകൊണ്ടിരുന്ന, അവൻ പൊതുസമൂഹത്തിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പേരിനെ ജാതിയായി കാണേണ്ട കാര്യം എന്താണ്? മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, പക്ഷെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ശോഭിക്കുന്ന ഒരാളാണ് എങ്കിൽ, രാഷ്ട്രീയം മൂടി വെച്ചതിന് ശേഷം വാർത്തകൾ കൊടുക്കുന്നതിനാണ് ഇദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്, നല്ല ഒരു എത്തിക്സ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ആണ് എങ്കിൽ, വേടൻ എന്നുള്ളൊരു പേരിനെ ജാതിയായി കാണുന്നു എന്തിനാ? ഈ മലയാളി സമൂഹങ്ങളെല്ലാം വേടനെ മനസ്സിലാക്കുന്ന 99% ആളുകളും വേടൻ എന്ന് പറഞ്ഞാൽ ജാതിയായി കാണുന്നില്ല എന്നൊരു കാര്യം, എന്നുള്ള സത്യം ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകൻ എന്ന് വിചാരിച്ചിരിക്കുന്ന മറുനാടൻ ഷാജൻ അത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണെങ്കിലും, ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന ആ പാർട്ടിയിൽ നിൽക്കുന്നവരാണെങ്കിലും ജാതി പറയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും 2 വർഷം മുന്നേ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, 2 വർഷം മുന്നേ ആ പാർട്ടിയിൽ നിന്ന് മത്സരിച്ച, ഈ അടുത്തിടെ വാർത്താ പ്രാധാന്യമൊക്കെ നേടിയ ഒരു ആളാണ്. പുള്ളിയുടെ പഴയകാല ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കിയ സമയത്ത് പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ വീട്ടിൽ പണ്ട് കൂലി വേലക്കാരായി വരുന്ന പണിക്കാർക്ക് ഇങ്ങനെ കുഴി കുത്തി ആഹാരം കൊടുക്കുമായിരുന്നു എന്നുള്ള കാര്യത്തെയൊക്കെ വളരെ മധുരിക്കുന്ന ഓർമ്മകളായിട്ട് ഇദ്ദേഹം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ബുള്ളിയിങ് ഉണ്ടായി. അന്ന് എല്ലാവർക്കും ഇദ്ദേഹം ജാതി പറയുന്നവനായിരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ചില ആളുകൾ ഇവരുടെ വീട്ടിൽ പണിക്ക് വരുന്നുണ്ടായിരുന്നു. ആ ആളുകൾ ഇന്ന ജാതിക്കാരാണ് എന്നുള്ള ഒരു കാര്യം പറയാതെ പറയുകയാണ് അദ്ദേഹം അവിടെ ചെയ്തത്. അത് പൊതുസമൂഹത്തിന് മനസ്സിലാവുകയും അന്ന് നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് ഇദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. പക്ഷേ 2 വർഷങ്ങൾക്ക് ശേഷം ചില കാര്യങ്ങൾ ജാതീയമായി ചില കാർഡ് എടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹം ജാതി പറയുന്ന ആളെ അല്ല എന്ന് പൊതുസമൂഹം അങ്ങോട്ട് വിശ്വസിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഈ മറുനാടൻ ഷാജനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഇടതടവില്ലാതെ ഓരോ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ ചെയ്യില്ല, അദ്ദേഹം ഇങ്ങനെ കേൾക്കില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബ് എടുത്ത് എന്താ വാർത്ത എന്ന് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വാർത്ത ഇങ്ങനെ വരുന്നു, അപ്പോൾ ഇദ്ദേഹം പറയുന്നു, അത് ആളുകൾ വിശ്വസിക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് വർഷങ്ങളുടെ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ചില നഗ്ന സത്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാകും. തെറ്റുകളെ ശരിയും ശരിയെ തെറ്റുമായി കാണുന്ന ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിനെ എത്രത്തോളം നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കും? കണ്ണടച്ചൊന്ന് കേൾക്കൂ, നമുക്ക് മനസ്സിലാവും പല കാര്യങ്ങളും. രക്തത്തിന്റെ മണമുള്ള പാട്ട്, പച്ചയായ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന നല്ല പച്ചയായ ഗാനങ്ങളാണ്, അത് വരികളാണ് അല്ലേ. നമ്മുടെ രക്തം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ തുള്ളി കളിക്കാൻ തുടങ്ങും, അതുപോലെ ജീവനുള്ള പാട്ടുകളാണത്. അപ്പം ആ കലയെ
നിഷ്ഫലമാക്കാൻ നോക്കിക്കൊണ്ട്, അതായത് ആ കല അങ്ങോട്ട് അടിച്ചു താഴ്ത്തിയിട്ട് അതിനുള്ളിൽ ജാതിപ്പേര് കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ ജാതി കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഒരിക്കലുമല്ല, അവൻ രക്ഷപ്പെട്ടത് അവൻ്റെ വരികൾ കൊണ്ടാണ്, ജീവനുള്ള വരികൾ കൊണ്ടാണ്. അതിനിടയിലേക്ക് പൊളിറ്റിക്സ് കൊണ്ടുവരിക, അതിന് ശേഷം ആളുകളിലേക്ക് അത് എത്തിക്കുക, ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥമായും ജാതി പറഞ്ഞു നടക്കുന്ന ആളുകളെ ഇവരിങ്ങനെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ചിലരെങ്കിലും ഇത് മനസ്സിലാക്കുക. എനിക്കറിയില്ല ഇതിൻ്റെ അടിയിൽ എത്ര കോമൻസ് വരുന്നുണ്ട്, നെഗറ്റീവ് കോമൻസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.